കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. പക്ഷേ വീട്ടിൽ നടന്ന ഈ അത്ഭുതം ദർശിച്ചതിന് ശേഷം ആൽബിൻ്റെ കണ്ണിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. കൊച്ചിന് അസുഖം ഉണ്ടായിരുന്നു. ഈ കണ്ണിന് ഇവൻ്റെ 1.5 വയസ്സിൽ നഷ്ടപ്പെട്ട കണ്ണായിരുന്നു. നിങ്ങൾ 4 വയസ്സിൽ ഇവന് ഓപ്പറേഷൻ ചെയ്ത് അതൊന്ന് ഈ റിറ്റിനയുടെ പുറകിലൊരു ഇങ്ങനെ മുഴ മാതിരി ട്യൂമറിൻ്റെ ഇത് വന്നിട്ട് കൊച്ചിന് ഒരു കണ്ണ് ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു. 4 വയസ്സിൽ ഓപ്പറേഷൻ ചെയ്തിട്ടും കൊച്ചിന് ശരിക്കും കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഈ മാതാവിൻ്റെ ഈ ഇത് വന്ന പിന്നെ രക്തക്കണ്ണീർ വന്ന പിന്നെ ഞങ്ങൾ പിറ്റേ മാസം തൊട്ട് ഇവൻ പറയുമായിരുന്നു ഇങ്ങനെ ആ ദിവസങ്ങളിൽ ഇവൻ പറയുമായിരുന്നു ഇങ്ങനെ വെട്ടം മമ്മി കണ്ണിന് വെട്ടം വരുന്നുണ്ടെന്ന്. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ചെക്കപ്പ് ചെയ്തപ്പം അവന് ഫുള്ളായിട്ട് നല്ല കാഴ്ച കിട്ടി. ചങ്ങനാശ്ശേരി പൂവം പള്ളിയിലെ വികാരിയായ ഫാദർ ജോയിയാണ് മാതാവിൻ്റെ ഈ ഫോട്ടോ ഇവർക്ക് പ്രാർത്ഥിക്കാനായി കൊടുത്തത്. ജീവിതം ഒട്ടും ദയ കാണിക്കാത്ത ഈ കുടുംബത്തിന് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സലോമിയും കുഞ്ഞും ദിവസവും മാതാവിൻ്റെ ഈ ഫോട്ടോയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അതെ, ഇവരുടെ കരച്ചിൽ മാതാവ് കേട്ടതാണ്. ഇത് ചങ്ങനാശ്ശേരിയിലെ രൂപം തന്നിട്ട് 1.5 വർഷമായിരുന്നു. എന്നും ഒറ്റ ദിവസം പോലും മുടങ്ങത്തില്ല. എന്നും ഒറ്റ ദിവസം മുടങ്ങത്തില്ല. മാതാവിന്റെ കണ്ണിൽ രക്തം പൊടിയുന്നതിന് മുമ്പ് മറ്റൊരു അത്ഭുതം കൂടി ഈ വീട്ടിൽ നടന്നു. തലമുടി മുഴുവൻ നരച്ച പ്രസന്നവദനയായ ഒരു വൃദ്ധ സ്ത്രീ ഈ വീട്ടിലെത്തി കുടിക്കാനായി കുറച്ച് വെള്ളം ചോദിച്ചു. സലോമി വെള്ളവുമായി തിരികെ വന്നപ്പോൾ വൃദ്ധയെ കണ്ടില്ല. മാതാവ് തന്റെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് അവരെ അറിയിക്കുകയായിരുന്നു. പിന്നെ ഈ ഫോട്ടോയിൽ ബ്ലഡ് വരുന്നതിൻ്റെ ഒരു മാസത്തിന് മുമ്പേ തന്നെ ഇവിടെ വന്നൊക്കെ എനിക്കിതുപോലെ എനിക്ക് എഴുന്നേറ്റ് നടക്കുന്നു വെച്ചാൽ ബ്ലഡ് ഛർദ്ദിച്ചാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ദിവസം വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഞാനിങ്ങനെ കട്ടിലേക്ക് കിടക്കുമായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ ഒച്ചയിട്ടാൽ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടാകും. അന്നേരം ഞാൻ ഈ പിള്ളേരെല്ലാം പുറത്ത് ഓടിച്ചിട്ട് കഥ അടച്ച് ഞാൻ കിടന്നൊരു 10 മിനിറ്റ് ആയില്ല. അന്നേരം ഇവിടുന്ന് കഥവിനിട്ട് കൊട്ടിയുണ്ട്. ഞാൻ വന്ന് എഴുന്നേറ്റ് കഥ തുറന്നപ്പോൾ ഒരു അമ്മച്ചി വാതിക്കെ നിൽക്കുക. കണ്ടാൽ നല്ല സുന്ദരി ഒരു അമ്മച്ചി. പണ്ട് എന്നോട് ചോദിച്ചു, ആ മോളെ മോക്ക് തീർത്ത് മേലല്ലേന്ന് ചോദിച്ചു. കാരണം ഞാൻ പറഞ്ഞു അതെ അമ്മച്ചി തീർത്ത് മേലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തത് എൻ്റെ മുഖം കണ്ട് എൻ്റെ അവശത കണ്ട് അമ്മച്ചി ചോദിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അമ്മച്ചി തീർത്ത് മേല അമ്മച്ചി എന്ന് പറഞ്ഞു. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെയൊക്കെ തന്നെ ഉണ്ട് മോനെന്ന് പറഞ്ഞു. പണ്ട് ഞാൻ ചോദിച്ചു എന്താ അമ്മച്ചിന്ന് ചോദിച്ചപ്പം പറഞ്ഞു എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ തന്നെ തരാമല്ലോ അമ്മച്ചി എന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിൽ ചെന്ന് വെള്ളം എടുത്തിട്ട് തിരിച്ചു വന്നപ്പം ഇവിടെ അമ്മച്ചിയില്ല, ആരുമില്ല. ക്ഷമിച്ചു. ഞാൻ പിള്ളേരെ കഥ തുറന്നിട്ട് പിള്ളേരോട് ചോദിച്ചു മോനെ ഇവിടെ ഒരു അമ്മച്ചി വന്നിട്ട് എന്ത് ചെയ്യുന്നു. അപ്പോൾ പിള്ളേരെല്ലാം പറഞ്ഞു മമ്മി സ്വപ്നം കണ്ടതായിരിക്കും, ഇവിടെ ആരും വന്നില്ലെന്ന്. പിന്നെ ഞാൻ അയലോക്കത്ത് വീട്ടിൽ ചെന്ന് ചോദിച്ചു ഇവിടെ ഇപ്പോൾ ഒരു അമ്മച്ചി വന്നായിരുന്നാണ്. അവരും പറഞ്ഞു നീ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ആയിരിക്കും, ഇവിടെ ആരും വന്നില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ആരും ഇതുവരെയും വന്നിട്ടില്ലെന്ന്. തിരിച്ച് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് അവിടുത്തെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇപ്പം ഈ ഇവിടെ നിൽക്കുന്ന ആ സുഗന്ധം തന്നെ അന്ന് തൊട്ട്. അപ്പം ഞാനുണ്ട് പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലേ അമ്മച്ചി നല്ല ഒരു സ്പ്രേ അടിച്ചിട്ട് അമ്മച്ചിയുടെ മണം നിങ്ങൾ വന്ന് നോക്കിക്കുക അമ്മച്ചി അടിച്ച സ്പ്രേയുടെ മണം. അന്നേരം പിള്ളേരൊക്കെ ഓടി എന്നിട്ട് ശരിയാ മമ്മി പറഞ്ഞത് കറക്റ്റാണ്, ഇവിടെ മൊത്തം നല്ല മണമാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഓർത്തേമി ഇത്രയും പ്രായമായിട്ട് അമ്മച്ചി നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണല്ലോ നടക്കുന്നതെന്ന് വരെ ഞാൻ മനസ്സുകൊണ്ട് ഓർത്ത്. അന്ന് തൊട്ട് പിന്നെ ഞങ്ങൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഒരു സുഗന്ധം ഇങ്ങനെ വരും. അതിവിടെ വന്ന് ആര് വന്നാലും ഗസ്റ്റുകൾ വന്നാൽ പോലും അവരും പറയും ഇത് എന്താ ഇത്രയും മണം ഇവിടെ എന്താ എന്ന് ചോദിച്ചിട്ട് കാപ്പി പൂത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നു. അങ്ങനെ അന്ന് തൊട്ടുള്ള ആ മണമായിരുന്നു. പിന്നെ ആ പിറ്റേ മാസമാണ് ഞങ്ങൾക്ക് ഈ മാതാവിൻ്റെ ഇങ്ങനെ രക്തം ഇത് വരുന്നത്. മാതാവിന്റെ രക്തക്കണ്ണുനീർ കണ്ട അന്ന് വൈകുന്നേരം സോജൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം ഈ വിവരം പള്ളി വികാരിയായ ഫാദർ മാത്യു വൈലങ്കലിനെ അറിയിച്ചു. ഞാനിവിടെ വികാരിയായി വന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം 14-ാം തീയതി. ഇവിടെ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് തല്ലുപറമ്പത്തച്ഛനാണ്. 22 കുടുംബ കൂട്ടായ്മകളിലായി 410 കുടുംബങ്ങൾ ഈ ഇടവകയിലുണ്ട്. 2006 മാർച്ച് 17-ാം തീയതി വെള്ളിയാഴ്ച ഈ പള്ളിയുടെ വക ആലിക്കൽ സോജൻ സലോമി ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന റോസ മിസ്റ്റിക് മാതാവിൻ്റെ ചിത്രത്തിൽ തിരുകണ്ണുകളിൽ നിന്നും രക്തം ഒഴുകുന്നത് ആ വീട്ടിലെ 8 വയസ്സുള്ള കുട്ടിയാണ് ആദ്യമായി കണ്ടത്.
പിന്നീട് കുട്ടിയുടെ അമ്മ സലോമി കണ്ടു. പിന്നീട് വീട്ടിലുള്ള എല്ലാവരും, അതിനുശേഷം അയൽവാസികളും. വൈകുന്നേരമായപ്പോഴേക്കും വീടും പരിസരങ്ങളും ആളുകളെ കൊണ്ട് നിറഞ്ഞു. ആളുകളെ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടായപ്പോൾ അവര് എന്നെ ഫോണിൽ വിളിച്ചു. ആൾത്തിരക്ക് ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞു. ആയതിനാൽ രൂപതാധ്യക്ഷൻ അഭിമന്യ അറയ്ക്കൽ പിതാവിനെ ഞാൻ യഥാർത്ഥ സ്ഥിതി അറിയിച്ചു. അവർക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രക്തക്കണ്ണീർ പൊഴിച്ച പടം പള്ളിയിൽ കൊണ്ടുവന്ന് വയ്ക്കുവാൻ നിർദ്ദേശം കൊടുക്കുവാൻ പറഞ്ഞു. ഞാൻ വിവരം വീട്ടുകാരെ അറിയിച്ചു. അതനുസരിച്ച് അനേകം ആളുകളുടെ അകമ്പടിയോടുകൂടി മിസ്റ്റിക്ക മാതാവിൻ്റെ പടം ഇവിടെ കൊണ്ടുവന്ന് പള്ളിയുടെ മോണ്ടളത്തിൽ വെച്ച് ഞാനത് സ്വീകരിച്ച് പള്ളിയിൽ സ്ഥാപിച്ചു. വീട്ടിൽ നിന്ന് മാതാവിനെ കൊണ്ടുപോയപ്പോൾ ഈ കുടുംബം വല്ലാതെ വിഷമിച്ചു. മാതാവിനെ ഇവിടെ കൊണ്ടുപോയ അന്ന് തിരിച്ച് ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ അകത്ത് വന്നപ്പം ഒരു മരിച്ച വീട് എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനായിരുന്നു ഇവിടെ ഞങ്ങൾ വന്നത്. ഈ കുടുംബത്തിന് ദുഃഖം അകറ്റാൻ വീണ്ടും ഈ വീട്ടിൽ മാതാവ് വിരുന്നിന്. ഫാദർ ജോയി മാതാവിന്റെ മറ്റൊരു ഫോട്ടോ കൂടി ഇവർക്ക് കൊടുത്തു. ആ ഫോട്ടോയിൽ നിന്നും രക്തക്കണ്ണുനീർ ഒഴുകി. രണ്ടാമത്തെ ഒരു വശം കൊണ്ടുതന്നു. രണ്ടാമത്തെ ഒരു വശം കൊണ്ടുതന്നു. ആ രൂപത്തിന് പിറ്റേ ഏപ്രിൽ മാസം 17-ാം തീയതി അത് ആ ഫോട്ടോ രക്തം പറഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഈ രൂപത്തെ അവിടെ രക്തം വരുന്നതാണ്. പക്ഷെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രൂപം നിങ്ങൾ നിങ്ങളുടെ പുള്ളി കൊടുത്തല്ലോ, രണ്ടാമത്തേത് ആരും അറിയാതെ ശേഷമായിട്ട് ഞാനിത് കൊണ്ടുവരിക വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ അച്ഛൻ വന്നിവിടെ വന്ന് ആ രൂപം കൊണ്ടുവന്നു. അച്ഛൻ വെച്ചാൽ ഈ രൂപം കൊണ്ടുപോകുമ്പോഴത്തേക്കും കുഴപ്പമില്ല, പകരം രൂപം കൂടെ വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അച്ഛൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു രൂപം കൂടെ മേടിച്ചുകൊണ്ട് ആ രൂപം ഇവിടെ വെച്ചിട്ടാണ് ഈ രൂപം കൊണ്ടുപോകുന്നത്. അവരുടെ കുടുംബത്തിന് ഈ 3 പടങ്ങളും കൊടുത്തത് ഞാനാണ്. ആദ്യത്തെ പടത്തിൽ നിന്നും രക്തം വന്ന് അത് ഇടവക പള്ളിയിലേക്ക് മാറ്റിയതിനു ശേഷം അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് മറ്റൊരു രൂപം പെട്ടെന്ന് തന്നെ ലാമിനേറ്റ് ചെയ്ത് അവിടെ കൊടുത്തു. അന്ന് തന്നെയും അവിടെ ആ പടത്തിൽ നിന്നും രക്തം വരുന്നു കണ്ടു. അവിടെ ഒരു സ്ഥലത്ത് തന്നെ പള്ളിയിലും തൊട്ടടുത്ത വീട്ടിലും ഒരേ സമയത്ത് തന്നെ 2 പടങ്ങളിൽ നിന്നും രക്തം വരിക, അത് പള്ളിയിലെ പടത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീട്ടിൽ നിന്നും ആ പടം എടുക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ മുറിയിലേക്ക് ഞാൻ ആ പടം മാറ്റിയത്. പള്ളിയിലും വെച്ചിട്ടില്ല. അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് മറ്റൊരു പടം ആ സമയത്ത് ഞാൻ കൊടുത്തിട്ടാണ് പോയത്. 3ാമത്തെ ഫോട്ടോയിലും അത്ഭുതം ദർശിച്ചപ്പോൾ രൂപതയിൽ നിന്നും വൈദികരുടെ സാന്നിധ്യത്തിൽ ഈ രക്തം ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.